അച്ഛൻ നല്ല അടിപൊളി ചപ്പാത്തിയാ കഴിച്ചു. 1 2 3 ഒരെണ്ണം വേണ്ടല്ലേ. ഇത് കണ്ടോ, ഇത് വർക്കിച്ചാൻ കാട്ടി കരിമ്പോത്തിന്റെ കാട്ടുപോത്തിന്റെ ഇറച്ചി. അത് തിന്നോ അച്ഛൻ? നല്ല കണ്ടോ നല്ല പോത്തിറച്ച തിന്നച്ച. ശരിക്കും അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കണത്. അടുത്ത ജന്മത്തിലെങ്കിലും പള്ളിയിൽ അച്ഛനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അതെന്താണ് ലോനാക്കിയപ്പോൾ അങ്ങനെ തോന്നാൻ? അതിങ്ങനെ മൂക്ക് മുട്ട വെറുതെ ഇരുന്ന് ഇറച്ചിയും പാലും കുടിച്ചിരുന്നാ പോരാച്ചാ. കണ്ടോ ഇരിക്കണ കണ്ടോ ഓലത്തന്നിറച്ചി എടുത്ത് തിന്നങ്ങോട്. എന്നാച്ചാ ഈ അച്ഛൻ എന്നാ നോക്കണത്? ഞാനും തിന്നാം. ആ കുശലിക്കാരൻ കഴുതിയോടെ ഇങ്ങോട്ട് വരാൻ പറയൂ കപ്പ്യാരെ. എടോ ഇക്കിളിത്തോമ അച്ഛൻ വിളിക്കാനില്ല, അവിടെ ഇങ്ങോട്ട് വന്നിടാമെന്നോ. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. അച്ഛോ ദേ മുതല് വന്നു. മൊയലോ? മൊയലല്ല, ദേ നോക്ക്. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നോ? നീ ഇത്രയും അടുത്തു വരണ്ട. നിന്റെ വെഞ്ചിരിപ്പ് എന്നോട് വേണ്ട. എന്നാത്തിനാ അച്ഛൻ എന്നെ വിളിച്ചേ? നിന്റെ തിരുമോന്തി ഒന്ന് കാണാൻ. അയ്യോ ആട്ടെ, എത്ര വർഷമായിടാ നീ ഇവിടെ വെച്ചുള്ളി വിത്തരാൻ തുടങ്ങിയിട്ടോ? അയ്യോ എന്നാ മനപ്രയാസം ഉണ്ടാകും ചോദിക്കുന്നത്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ അല്ലയോ. എന്നിട്ടാണ് ഒരു കട്ടൻ ചായ മര്യാദക്ക് ഉണ്ടാക്കാൻ നിനക്ക് കഴിയാത്തത്? മരക്കഴുതി. ഇവൻ എന്നാ അച്ഛൻ നീ കാണിക്കണത്? അച്ഛൻ എന്നാ അച്ഛൻ തിന്നുവാണോ? ഇതെന്താടാ നിന്റെ മോന്തിയുടെ ഷേപ്പിൽ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പദാർത്ഥം? പോത്തിറച്ചി ഒളിച്ചത് ഫ്രൈ ആക്കിയത്. ഇത് പോത്തിറച്ചിയോ അതോ കരിക്കട്ടോ ഒലത്തിയതോ? അച്ഛൻ പോത്താനെ തിന്നാ മതി. അല്ലേന്ന് വെച്ചത് ഈയിടെയായിട്ട് ഞാൻ എന്തോ ഉണ്ടാക്കിയാലും കുറ്റം പറച്ചില്ല. റോമിൽ പോയിരിക്കുന്ന കൊച്ചച്ഛൻ ഇന്നലെയും കൂടെ വിളിച്ചു പറഞ്ഞു തോമാടെ കറി കൂട്ടാത്തതുകൊണ്ട് വലിയ വിഷമമാണ്. അതെ, കൊച്ചച്ഛന് വയറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. അടുക്കളയിലുള്ള ഉപ്പ് മുഴുവൻ ഈ കറിയിൽ കോരിയിട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? ഒരു കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, മനുഷ്യന് കഴിച്ചിട്ട് വായിൽ വെക്കാൻ പോലും പറ്റുന്നില്ല. അതെ, മര്യാദക്ക് കഞ്ഞിയും കറിയും വെക്കാൻ പറ്റുമോ? അല്ലേ ഞങ്ങള് വേറെ ആളോ? അതെങ്ങനെയാ? നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ അച്ഛനെ എന്റെ പൊട്ടിയിൽ പൊട്ടിക്കണ്ട. ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാച്ചാ. നല്ല ഒന്നാന്തരം കുശലിക്കാരനെ ഞാൻ കൊണ്ടുത്തരാം. ഏതെന്ന് കാര്യം പിഴച്ച കരച്ചിൽ ഇവൻ എന്നെ. കപ്പ്യാരെ, നിന്റെ കർണങ്ങളോ അല്ലെങ്കിൽ നിന്റെ കാതുകളോ അല്ലെങ്കിൽ നിന്റെ ചെവികളോ എന്റെ അതിരത്തിനടുത്തേക്ക് ഒന്നടുപ്പിക്കൂ. എന്തിനാ അച്ഛാ കുമ്പസാരിക്കാനാണോ അച്ഛാ? ഇതാവേ ഈ പാപം പൊറുക്കുമാറാകണമേ. കർത്താവേ, ഇന്നത്തെ ശാപ്പാട് ഏതെങ്കിലും ഇടവ കുഞ്ഞാടിന്റെ വീട്ടിൽ നിന്നാകാം. ഏതായിരിക്കും ആ ഹതഭാഗ്യം? 100, 200, 300, 350. കർത്താവേ, ഇനിയും വേണം 150. ഇല്ലെങ്കിൽ റോസമ്മ ഇന്ന് തന്നെ റോസ്റ്റ് ചെയ്യും. ഇത് തന്നെ എത്ര പേരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയെന്ന് അവളുണ്ട് അറിയുന്നു. സാറിന് നാണാവില്ലേ ഭാര്യയെ പേടിക്കാൻ? സ്വന്തം ഭാര്യയോട് ബഹുമാനം വേണോടോ, അതാണ് ഒരു ഉത്തമ ഭർത്താവ്. അതൊക്കെ എന്റെ ഭാര്യ സുമതി. ഞാനൊരു വര വരച്ചാൽ അവിടുന്ന് അവള് ചലിക്കത്തില്ല. ഞാനും അങ്ങനെ തന്നെ. റോസമ്മ ഒരു വര വരച്ചാൽ അവിടുന്ന് ചലിക്കുകയല്ലേ ഞാൻ. അതാണോ സ്നേഹമുള്ള ഭർത്താവ്. കർത്താവേ, ദിവസം 500 രൂപ ഒപ്പിച്ചോണ്ട് തരണമെന്നാണ് റോസമ്മ പറഞ്ഞേക്കുന്നത്. ബാക്കി 150 ഞാൻ എവിടെ നിന്ന് കൊണ്ട് ഒപ്പിച്ചോണ്ട് വരും. അയ്യോ എന്റെ കാല്, അയ്യോ എന്റെ ഇതൊന്ന് പിടിച്ച സാറേ. ഞാൻ പിടിച്ചോളാം. എന്താ പരിപാടി? എന്താടാ പുറകില്? വെറും പുല്ല. പുല്ലോ? പശുവിന് കൊടുക്കണ പുല്ല സാറേ. മുന്നിലാരാടാ? ഇതെന്റെ മോള സാറേ. സാറിന്റെ മുമ്പിൽ വന്ന് വെട്ടത് നിന്റെ മഹാഭാഗ്യം. ഒന്നാമത് എനിക്ക് പൊക്കക്കുറവ്, അതിന്റെ കൂടെ ഓവർലോഡ്. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ പുല്ലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയൂടാ? ആരോട് എനിക്ക് ലൈസൻസ് തന്നത്? PC, ഇതിന് വകുപ്പ് ഏതാണോ? പുല്ല്, കൊച്ചി, കൂട, പൊക്കക്കുറവ് 98. കടിച്ചു കീറി ഞാൻ. ഈ പോലീസ് ഭാഷണത്തെ എനിക്ക് ശരിക്കറിയില്ല. തെറ്റുപറ്റി പോയി സാറേ, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഈ വകുപ്പിന്റെ ശിക്ഷ എന്താണെന്നറിയാവോ നിനക്ക്? ഇല്ല. 14 വർഷം കഠിന തടവ്, ചിലപ്പോ കൊലക്കയറ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്.
കരയല്ലേ മോളെ. കൊലമരത്തെ തനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ? ഉണ്ട്. എനിക്ക് കയ്യിലെന്തോ ഉണ്ട്. പശുവിന് പിണ്ണാക്ക് മേടിക്കാനുള്ളതാണ് സാറേ. സൈക്കിളിന് ബുക്കും പേപ്പറും കൊണ്ടോടോ? ഇല്ല റേഷൻ കാർഡ് ഉണ്ടോടാ? ഇല്ല. അടുത്ത കേസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് സൈക്കിൾ നൽകിക്കൊണ്ട് ഓടാ. വാ മോളെ. പോ. ചുമ്മാതെ അല്ല പോലീസുകാരെ നാട്ടുകാര് തെറി പറയണത്. ഇത് കുറച്ച് ക്രൂരതയായി പോയി. 500 രൂപ കൊണ്ടുവന്നില്ലെങ്കിലേ റോസമ്മയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ഈ ക്രൂരതയല്ലടോ. ആ പുല്ലിനെ കിട്ടിയത് കൊണ്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കൊരു പ്രയോജനം ഇല്ലാതായി പോയി. അമ്മ. എന്താ ഇന്ന് ഞാൻ സിൽബയിൽ അഭിനയിക്കും. നായകനെ തല്ലുമ്പോ നോക്കിക്കണവരുടെ കൂട്ടത്തിൽ ഫ്രണ്ട് ഞാനുണ്ടാവും. വലിയ സിനിമാ നടനായ എന്നെ മറന്നേക്കരുത് കേട്ടാ. ആ നായികമാർക്ക് നമ്മളോട് സ്നേഹം തോന്നിയാ എന്ത് ചെയ്യാൻ പറ്റും? അവരെ പഠിപ്പിക്കാൻ പറ്റുമോ? ചിലപ്പോ കയറി പ്രേമിക്കും. ദേ രാവിലെ എന്റെ വായിന്ന് കേക്കരുത് കേട്ടാ. എന്റെ പൊന്നെ നിനക്കെന്റെ അറിയാഞ്ഞിട്ടാണ് ഇവിടെ വല്ലാറുപാടത്ത് ഇത്തവണത്തെ പള്ളിപ്പെരുന്നാൾ കഴിച്ചോട്ടെ. എന്റെ കരളെ നിന്റെ ഞാൻ ഈ സിനിമാ നടിയെ ഞാൻ കെട്ടിയിട്ട് കൂട്ടിയിട്ട് പോകട്ടെ. ശ്ശോ. ഇങ്ങടത്തേക്ക് വന്നേ. എന്താ കാര്യം പറയട്ടെ. എന്ത് കാര്യ? ഇത് നിന്റെ നന്മക്ക് വേണ്ടിട്ടാ. ഇടത്തേക്ക് വരാൻ ഒരു ചെറിയ പറമ്പിലേക്ക് വരാൻ. വേണ്ട, ഒരു മാജിക് കാണിച്ചു തരാം. എനിക്ക് കാണണ്ട ആ മാജിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് കാണിച്ചാ മതി കേട്ടോ. ജോസേട്ടന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വാടി നമുക്ക് പാമ്പ് കോടി കളിക്കായി വാടി. എടാ ജോസേ. ആ കൊച്ചുമേരി, ഞാൻ ഷൂട്ടിങ്ങിന് പോവാണ്. കുറച്ച് വൈകും കേട്ടാ. എടാ ജോസൂട്ടി, എന്താണ് രണ്ടുപേരും കൂടി ഒരു ചുറ്റിക്കളി? അവക്കൊരു സംശയം. മുതലാളിനല്ല വണ്ടി കണ്ടപ്പ അറിയാൻ തീർത്തു കൊടുക്കണേ ഇരുത്ത്. എടാ ജോസേ, നിന്നേക്കാ കുറച്ച് കൂടുതൽ വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് അങ്ങോട്ട് പിടി, എന്നിട്ട് വണ്ടിയിലോട്ട് കയറാ. മരട് വലിയ തടയാ. വീട്ടി മരിപ്പിനുള്ള പന്തല് കെട്ടിയിട്ടാണോ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്? ചാവാൻ നടക്കണം. ഇതാരാടകന്മാര്? സിനിമയിലെ ഇടിക്കാരെ പോലുണ്ടല്ലോ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതുമുഖങ്ങളാണ് തോന്നുന്നു മുതലാളി, ഉണ്ടകളല്ല. ഞാൻ ഫ്രെഡി ലൂയിസ് ഫ്രം ഫോർട്ട് കൊച്ചി. മിസ്റ്റർ ലോപ്പാസ് അല്ലേ? കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വൈകാതെ നമുക്ക് വീണ്ടും കാണാം. കാണണം.